എനിക്കതറിയില്ല, ഇത് ചോദിക്കാൻ പറ്റുമോ. തൊപ്പിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. തൊപ്പിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അറിയുന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നത് നിങ്ങൾ ബ്രേക്കപ്പായി എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ബ്രേക്കപ്പിൻ്റെ റീസൺ ആണോ? റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ, മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ. അടികളും വഴക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടൊരു 1 വർഷത്തിന് മുകളിലായി. ഈ 1 വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഓളും അങ്ങനെ തന്നെയാണ്. ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞിട്ടില്ല, ഞാനും എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത്. അപ്പം അങ്ങനെ അതിൻ്റെ ഗുഡ് സൈഡ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ചോദിച്ചാൽ അറിയും, ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ. ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരയിൽ. ഒരു ഓർമ്മപ്പെട്ടി എന്ന് പറയാം അതിന്. ഓർമ്മപ്പെട്ടില്ല, എന്തെങ്കിലും സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനമെല്ലാം ആ പെട്ടിയിൽ വെക്കുക. ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷനുള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ, അതിന് ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല, എടാ പാൻ കാർഡ് കാണുന്നില്ല, എടാ ഓർമ്മപ്പെട്ടിയിൽ നോക്കുക, അങ്ങനെ അറിയാം. അതിലാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. പക്ഷേ ലൈഫല്ലേ, എല്ലാവരും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ.